പലപ്പോഴും വേഗത്തിൽ ഭക്ഷണം കഴിച്ചു തീർക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും അല്ലേ? എവിടെയെങ്കിലും ജോലിക്ക് പോകാനോ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിന്നുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് വായിൽ കുത്തിയിറക്കി വെള്ളം കുടിക്കുന്നതൊക്കെ. കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഭക്ഷണം പെട്ടെന്നൊക്കെയാണ് വായിൽ വെച്ച് വെള്ളം കുടിച്ചങ്ങ് ചവച്ചിറക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ അപകടം? ഇങ്ങനെ വേഗത്തിൽ ഭക്ഷണം കഴിച്ച ഒരു യുവാവിന് സംഭവിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. വേഗത്തിൽ കഴിക്കുന്ന പ്രഭാത ഭക്ഷണം, ഡെസ്കിൽ ഇരുന്ന് കഴിക്കുന്ന ഉച്ചഭക്ഷണം, അല്ലെങ്കിൽ മറ്റു ജോലികൾക്കിടയിൽ വേഗം വയറ്റിലോട്ടാക്കുന്ന അത്താഴം, ഈ സമയം ഇത് ദോഷകരമല്ലാത്തൊരു കാര്യമായി തോന്നും നമുക്ക്. പക്ഷേ നമ്മുടെ വയർ അനുഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല. അമിതമായ സ്പീഡിൽ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ ഭാരമാണ് നൽകുന്നത്. ജേണൽ ഓഫ് ക്ലിനിക്കൽ എൻഡോക്രൈനോളജി മെറ്റബോളിസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ സാവധാനം ഭക്ഷണം കഴിക്കുന്നത് അതേ ഭക്ഷണം വേഗത്തിൽ കഴിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ വയറ് നിറഞ്ഞതായി വ്യത്യാസം അനുഭവപ്പെടുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തലച്ചോറിന് സന്ദേശം നൽകാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് പെപ്റ്റൈഡ് വൈ, ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1. ഈ രണ്ട് കുടൽ ഹോർമോണുകളുടെ അളവ് ഭക്ഷണശേഷം ഗണ്യമായി വർദ്ധിക്കുന്നതായി കണ്ടെത്തി. അമിത വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന് ക്രമേണ വികസിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപേ വലിയ അളവിലുള്ള ഭക്ഷണം ഉള്ളിലേക്ക് എത്തുന്നു. ഈ അളവ് പെട്ടെന്ന് വയറിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് അസ്വസ്ഥതയ്ക്കും വയറ്റിൽ ഭാരം തോന്നുന്നതിനും കാരണമാകും. വേണ്ടത്ര ചവയ്ക്കാത്ത വലിയ കഷ്ണങ്ങൾ വിഴുങ്ങുന്നത് വയറിനെ കൂടുതൽ കഠിനമായി പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കും. ഈ പെട്ടെന്നുള്ള ഭാരം മൊത്തത്തിലുള്ള ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ കനം തോന്നുന്നതിനോ വയറ് വീർക്കുന്നതിനോ കാരണമാവുകയും ചെയ്യും. ഇതുകൂടാതെ വയറ് നിറഞ്ഞു എന്നുള്ള സിഗ്നലുകൾ തലച്ചോറിലേക്ക് എത്താൻ താമസിക്കും. അതുകൊണ്ടാണ് വയറ് നിറഞ്ഞതിന് ശേഷവും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഇത് അമിതമായി ഭക്ഷണം കഴിക്കാനും ദഹനക്കേടിനും കാരണമാകും. ഭക്ഷണം വയറ്റിൽ എത്തുന്നതിന് മുൻപേ ദഹന പ്രക്രിയ ആരംഭിക്കുന്നുണ്ട്. ചവയ്ക്കുന്നതിലൂടെ ഭക്ഷണം വിഘടിക്കുകയും കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം ആരംഭിക്കുന്ന എൻസൈമുകളുമായി കലരുകയും ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഘട്ടമാണ് ഒഴിവാകുന്നത്. ഇങ്ങനെ വരുമ്പോൾ വലുതും സാന്ദ്രതയേറിയതുമായ ഭക്ഷണ കഷ്ണങ്ങളാണ് വയറ്റിലേക്ക് എത്തുന്നത്. ഇവ വിഘടിപ്പിക്കാൻ കൂടുതൽ ആസിഡുകളും എൻസൈമുകളും സമയവും വയറിന് ആവശ്യമായി വരുന്നു. ഇത് ദഹനത്തെ മന്ദഗതിയിലാക്കും. ഭക്ഷണം വയറ്റിൽ ആവശ്യത്തിലധികം സമയം തങ്ങുന്നതിനാൽ ഗ്യാസ്, ദഹനക്കേട് എന്നിവ അനുഭവപ്പെട്ടേക്കാം. കാലക്രമേണ ഈ ശീലം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്കും കാരണമാകും. നമ്മൾ ഭക്ഷണം വേഗത്തിൽ കഴിക്കുമ്പോൾ ആ വേഗത്തിൽ തീർന്നു. ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും സമയം കുറവെന്ന് ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ സമയമൊന്നും എടുക്കില്ല, ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ കഴിക്കുമെന്നൊക്കെ. അത് ആരോഗ്യത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കും എന്നറിയാമോ? ശരിക്കും ആഹാരം കഴിക്കാനും വസ്ത്രം ധരിക്കാനും കുളിക്കാനും ഒക്കെയാണ് നമ്മൾ സമയം കൂടുതൽ എടുക്കേണ്ടത്. കാരണം പയ്യെ നമ്മുടെ ദഹനത്തിനനുസരിച്ച് പയ്യെ ചവച്ചരച്ച് ഭക്ഷണം കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വേണം നമ്മൾ എഴുന്നേൽക്കാൻ. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയൊരു തെറ്റാണ്.